ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ളത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്ററാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള, അതായത് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലക്കാണ് ഈ ചാപ്റ്റർ വരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വൃത്തിക്ക് ഈ ചാപ്റ്ററും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പഠിച്ച് സെറ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ എല്ലാവർക്കും അറിയാം, മെയിൻസിന്റെ ടൈമൊക്കെ വന്നിട്ടുണ്ട്. 10th മെയിൻസിന്റെ ഡേറ്റ് വന്നു, മെയ്യിലായിരിക്കും. അതേപോലെ ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്, മെയിൻസ് വരുന്നുണ്ട്. നമ്മുടെ മുന്നിൽ എക്സാംസ് ഇങ്ങനെ ഘോരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിക്ക് പഠിക്കുക. SCRT കണ്ടന്റുകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ തന്നിട്ടുണ്ട് അല്ലെ. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തി. ചോദിച്ചിട്ടുണ്ട്, വിധിയുമായ ഒരു കൂടിക്കാഴ്ച. ആ പ്രസംഗം അത് ആരുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. ആരുടെയാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമാണത്. കണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും അതേപോലെ സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിന്റെയും സ്വയം അർപ്പിച്ചുകൊണ്ട് നാം പ്രതിജ്ഞ ചെയ്യാം. അപ്പം വിധിയുമായുള്ള കൂടിക്കാഴ്ച ആരുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നോക്കിക്കേ, സ്വാതന്ത്ര്യ പുലരിയിൽ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്വപൂർണമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതായിരുന്നു. കണ്ടോ, അപ്പൊ എന്നാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യ അവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. നമുക്ക് കാര്യമായിട്ട് അവിടെ പഠിക്കാനായിട്ട് ഒന്നുമില്ല. പിന്നെ പറയുന്നത് എന്താണ്? സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ലക്ഷ്യപ്രമേയം. കണ്ടോ, ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്സ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് പറയുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വാതന്ത്ര്യ പരമാധികാരം ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാരി ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനം, പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ജസ്റ്റ് ലക്ഷ്യപ്രമേയത്തിന്റെ കണ്ടന്റുകളാണ്. ഇനി പഠിക്കേണ്ട പോയിന്റ് ആണ് എന്ത്? 1946 ഡിസംബർ 13 എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. അപ്പൊ എന്നാണ് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. നമുക്ക് പഠിക്കേണ്ട ഡേറ്റുകളാണ് ഡിസംബർ 6, 9, 11, 13. 6 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നുണ്ട്. 9 എന്താണ്? താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കുന്നുണ്ട്. 11 സ്ഥിര അധ്യക്ഷൻ വരുന്നു. 13 എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്താണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്.
ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണിത്. ഭാരതത്തിലെ ജനങ്ങളായ നാം, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച കണ്ടന്റ് ആണിത്. എങ്ങനെയാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത്? എന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞു തുടങ്ങുന്ന ഭാരതത്തിലെ ജനങ്ങളായ നാം. എന്താണ്? പിന്നെന്താണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, പസമജറി. അതൊന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. പസമജറി എന്താണ്? ഓർഡർ ചോദിക്കാറുണ്ട്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പിന്നെ എന്താണ് പറയുന്നത്? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? കണ്ടോ, നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി ഏതെന്ന് ചോദിക്കാറുണ്ട്. എന്നാണ്? 49 നവംബർ 26 ആ ദിവസമാണ് എന്ത് പറയുന്നത്? ഭരണഘടനയെ സ്വീകരിക്കുകയും അത് നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് 49 നവംബർ 26. അന്നാണ് നിയമദിനം, ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് 49 നവംബർ 26. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നതാണ് എന്ത് തുടക്കം എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. പിന്നെ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് ആണ് 49 നവംബർ 26 എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മുതലാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഇനിയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് കിട്ടാൻ വളരെയധികം ചാൻസ് ഉള്ള കുറേ പോയിന്റ്സ് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക, എഴുതി വെച്ച് പഠിക്കുക. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം, അപ്പൊ നമുക്കറിയാം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായത് എന്താണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമായിരുന്നു. 1946 ഡിസംബർ 6 ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന നിർമ്മിക്കുന്നത് 46 ഡിസംബർ 6 അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 46 ഡിസംബർ 9. ഒരു ഡേറ്റ് കിട്ടിയല്ലോ. ഇനി എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി 46 ഡിസംബർ 9 മുതൽ 2 വർഷം 2 വർഷം 11 മാസം 17 ദിവസം എടുത്തൊരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. 49 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, 22 ഭാഗം, അതേപോലെ 8 പട്ടിക, പിന്നെ എത്രയാണ്? 395 വകുപ്പുകളുമായിട്ട് 1950 ജനുവരി 26 ഇന്ത്യയിൽ നിലവിൽ വന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ പഠിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലേക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടുന്നവ ഏതൊക്കെ അല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. എന്താണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഓക്കെ, എന്താണ്? 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. അടുത്ത എന്താണ് പറയുന്നത്? പാർലമെന്ററി ജനാധിപത്യം. എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. അതേപോലെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? പാർലമെന്ററി ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. നെക്സ്റ്റ് പറയുന്നത് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന. ഇമ്പോർട്ടന്റ് ആണ്. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളും മുന്നോട്ട് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. അപ്പൊ എന്താണ്? അത് ദൃഢമാണ്. എങ്കിൽ ചില നിയമങ്ങളൊക്കെ എന്താണ്? സാധാരണഗതിയിൽ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ദൃഢവുമാണ്, അതേപോലെ തന്നെ എന്താണ്? അയവുള്ളതുമായ ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളുമുണ്ട്, മൗലിക കർത്തവ്യങ്ങളുമുണ്ട്, അല്ലെ? മൗലിക അവകാശങ്ങളിൽ നമുക്കറിയാം എന്താണ്? ഇന്ത്യൻ ഓരോ വ്യക്തിക്കും നമ്മുടെ രാഷ്ട്രം ഉറപ്പുവരുന്നതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് കർത്തവ്യം? നമുക്ക് രാഷ്ട്രം ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമുക്ക് തിരിച്ചെന്താണ്? രാഷ്ട്രത്തോടും ചില കർത്തവ്യങ്ങളുണ്ട്. നെക്സ്റ്റ് ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ്? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇനി അടുത്ത എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുത്താൻ പറ്റും, അതായത് അതാണ് നിർദ്ദേശങ്ങൾ പറയുകയാണ്. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹികത്തിന് വേണ്ടിയിട്ടാണ്.
ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്താണ്? മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അഥവാ ലോകസഭ. അപ്പൊ ലോകസഭയുടെ മറ്റൊരു പേരാണ് അധോസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അഥവാ രാജ്യസഭ എന്നിങ്ങനെ രണ്ട് മണ്ഡലങ്ങളുണ്ട്, രണ്ട് സഭകളുണ്ട്. അപ്പൊ എന്താണ് ഇന്ത്യൻ ഭരണഘടന? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ്. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. ഫെഡറലിസം എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു 7ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിൽ. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയത്, അതായത് എന്താണ് പറയുന്നത്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിക്കുന്നുണ്ട് എങ്കിലും കേന്ദ്രത്തിന് എന്താണ് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. എന്താ പറയുന്നത്? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗങ്ങളുടെ അല്ലാത്ത കോടതി സംവിധാനം. കണ്ടോ? അതായത് എന്താണ് കോടതി സംവിധാനം എന്ന് പറയുന്നത്? ഈ പറയുന്ന പാർലമെന്റ് അവരുടെ ഒന്നും കൺട്രോളിലല്ല. അവർക്ക് എന്താണ് സ്വതന്ത്രവുമായിട്ടുള്ള എന്തുണ്ട്? നമുക്ക് ഒരു നീതിന്യായ ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്. ഇനിയാണ് ഇന്ത്യൻ ഫെഡറലിസം പറയുന്നത്. അപ്പൊ എന്താണ് ഫെഡറലിസം എന്ന് നോക്കാം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റുമുണ്ട്, സംസ്ഥാന ഗവൺമെന്റുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാനത്തിൽ സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നത്. നോക്കിക്കേ, എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ് ഇവയുടെ ഫെഡറലിസത്തിന്റെ സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, എന്താണ് എഴുതപ്പെട്ട ദൃഢമായ? അതൊക്കെ ചോദിക്കാവുന്നതാണ്. ചോദിക്കാം, ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്, അല്ലെങ്കിൽ എന്താണ് ഫെഡറലിസം എന്ന് പറയുന്നതിലെ അടിസ്ഥാന സവിശേഷതകൾ എന്തെല്ലാമാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇമ്പോർട്ടന്റ് ആണ്. 3 പോയിന്റ് ഉണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാം അല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഇനി അടുത്ത നമ്മുടെ ഭാഗം 1. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് 22 ഭാഗങ്ങളും എന്താണ് ഉണ്ടോ? നമ്മളിവിടെ പറഞ്ഞതാണ് 22 ഭാഗം, 8 പട്ടിക, 395 വകുപ്പുകളായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടത്. അപ്പൊ അതിൽ ഭാഗം 1 എന്ന് പറയുന്നത് യൂണിയനും അതിന്റെ ഭൂപ്രദേശങ്ങളെ പറ്റിയാണ് ഭാഗം 1 പറയുന്നത്. ഓക്കെ, കണ്ടോ? അതായത് ഇന്ത്യ, അതായത് ഭാരതം എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണെന്നാണ് ഭാഗം 1 പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ അനുച്ഛേദമാണ് തന്നിരിക്കുന്നത്. ഇന്ത്യ, അതായത് ഭാരതം എന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഭരണഘടനയിൽ ഒരിടത്ത് പോലും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദിക്കാം. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവുമായ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനുമാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇന്ത്യയിൽ നമ്മൾ ഒരു നിയമം കൊണ്ടുവന്നു, കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. പക്ഷെ നമ്മുടെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് പല സംസ്ഥാനങ്ങൾക്കും എന്താണ് അവരുടെ കാലാവസ്ഥ വ്യത്യാസമുണ്ട്, അവരുടെ കൾച്ചറൽ വ്യത്യാസമുണ്ട്, അല്ലെ? അവരുടെ ശരീരം, വേഷവിധാനം, ഭൂപ്രകൃതി എല്ലാത്തിനും ഭയങ്കര ചേഞ്ച് ആണുള്ളത്. അപ്പൊ ആ ഒരു നിയമം എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും എന്താണ് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ് ഒരു ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള റീസൺ. പക്ഷേ ഈ ഫെഡറൽ സംവിധാനം എന്നൊരു ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല, പരാമർശിക്കുന്നില്ല. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്നാ പറയുന്നത്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയുണ്ട്. അപ്പൊ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയുണ്ട്. ഭരണഘടനയുടെ പരമ അധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങൾ കേന്ദ്രത്തിന് മേൽക്കൈയുണ്ട്. അതേപോലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. അതേപോലെ ഇവിടെ എന്താണ് പറയുന്നത്? കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഭരണഘടന ഉണ്ടെങ്കിൽ പോലും എന്താണ് കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങളെ വിഭജിച്ച് നൽകിയിട്ടുണ്ട്.
ഓക്കെ, അതാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് പൊതു ഭരണഘടനയാണെങ്കിലും കേന്ദ്രങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും അധികാരങ്ങളെ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഭരണഘടനയുടെ പരമ അധികാരം എന്താണ് പറയുന്നത്? അധികാര വിഭജനങ്ങളിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരം എന്താണ്? കേന്ദ്രത്തിനാണ്. ഓക്കെ, അതായത് എന്ത് പറയുന്നുണ്ട്? കേന്ദ്രത്തിനാണ്. ഇതുമായിട്ട് കണക്റ്റഡ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അധികാര വിഭജനത്തിൽ എന്താണ്? എല്ലാ കാര്യങ്ങളും, ഏറ്റവും കൂടുതൽ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കേന്ദ്രമാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ പറഞ്ഞു അല്ലെ. എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മേൽക്കൈയിലൊന്നും അല്ല ഓരോ ജുഡീഷ്യൽ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. അർദ്ധ ഫെഡറൽ സംവിധാനം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ, അതായത് ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര വിഭജനമാണ്. അപ്പൊ ഇവിടെ അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. അധികാരം വിഭജിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങളും ആർക്ക് തന്നെയാണ് മേൽക്കൈ എന്ന് പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ്. അപ്പൊ ചോദിക്കാം, ഭരണഘടനയുടെ അധികാര വിഭജനം എന്താണ്? പരാമർശിച്ചിരിക്കുന്ന പട്ടികയാണ് പട്ടിക 7 എന്ന് പറയുന്നത്. അതായത് എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. എന്തൊക്കെയാ പറയുന്നത്? യൂണിയൻ ലിസ്റ്റ് അതായത് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങളാണ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അത് കറക്റ്റ് നിങ്ങൾ നോക്കി വേണം പഠിക്കാനായിട്ട്. അതിങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ നിയമം, അതായത് എല്ലാ കാര്യങ്ങളും അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ സംസ്ഥാനങ്ങളുടെ ഒന്നും ഇത് വേണമെന്നില്ല. അതാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയെല്ലാം എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ യൂണിയൻ ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ യൂണിയൻ ലിസ്റ്റിലെ 97 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അടുത്തതാണ് സംസ്ഥാന ലിസ്റ്റ്. എന്താണ്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. ഇതിൽ തുടക്കത്തിൽ എത്രയായിരുന്നു? 66. അപ്പൊ ഇവിടെ എത്രയാണ്? 97. ഇവിടെ എത്രയാണ്? 66. കൃഷി, ജയില് ഇമ്പോർട്ടന്റ് ആണ്. ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം എന്നിവയ്ക്ക് എന്താണ്? സംസ്ഥാന ലിസ്റ്റ് ആണ്. സമവർത്തി ലിസ്റ്റ്. ഈ സമവർത്തി ലിസ്റ്റ് എന്നാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് ചോദിക്കുന്നതിന് പകരം സമവർത്തി ലിസ്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അത് എന്താന്ന് വിചാരിക്കരുത്, കൺകറന്റ് ലിസ്റ്റിന്റെ മലയാളമാണ്. സാധാരണ പരീക്ഷകൾക്ക് കൺകറന്റ് ലിസ്റ്റ് എന്ന് തന്നെയാണ് എഴുതി തരാറ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. അതിൽ എത്രയാണ്? തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ ഒക്കെ എന്താണ്? ഈ പറയുന്ന സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റിലാണ് വരേണ്ടത്. അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ അവശിഷ്ട അധികാരങ്ങൾ, റെസിഡ്യൂറി പവർ എന്ന് പറയും. അതായത് മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇവയാണ് എന്ത് പറയുന്നത്? അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. ഇവയിലെ നിയമനിർമ്മാണം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. അതിന്റെ ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സൈബർ നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, പിന്നെ ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരം അഥവാ റെസിഡ്യൂറി പവർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൈബർ നിയമം എന്ന് പറയുന്നത്? ഒരു അവശേഷിക്കുന്ന അധികാരമാണ്. ഇനിയാണ് അധികാരങ്ങളെ വേർതിരിക്കുന്നത്. BR അംബേദ്കറിന്റെ ഒരു ജസ്റ്റ് എന്താണ് ഒരു പ്രസംഗമാണ് തന്നിരിക്കുന്നത്. അധികാര വേർതിരിക്കൽ എങ്ങനെയൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ സഭ, നീതിന്യായ വിഭാഗം. നമുക്കറിയാം ഇങ്ങനെ 3 തട്ടായിട്ടാണ് എന്ത് നമ്മുടെ അധികാരങ്ങൾ പറയുന്നത്. ഒന്ന് നിയമങ്ങൾ നിർമ്മിക്കുന്നവര്, പിന്നെ എന്താണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അടുത്ത എന്താണ് ജുഡീഷ്യറി ഉണ്ട്. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെ കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണമാണ് മുകളിൽ തന്നത്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, നിർവഹണ സഭ, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഭരണഘടനയും എന്ത് ചെയ്തത്? ഉരുത്തിരിഞ്ഞു വന്നത്. ഓക്കെ, ഇനി ഓരോന്നും നോക്കാം നമുക്ക്. നിയമനിർമ്മാണ സഭ. എന്താണ് നിയമനിർമ്മാണ സഭ? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെന്റ്. കഴിഞ്ഞ LGSന് ചോദിച്ചതാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്ത്? പാർലമെന്റ് എന്ന്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം.
വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ രണ്ട് സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും പ്രദാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് അടുത്ത സ്റ്റേറ്റ്മെന്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പാർലമെന്റ് താഴെ തന്നിരിക്കുന്നവയിൽ പാർലമെന്റിന്റെ ചുമതലകൾ ഏത് പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. എന്താണ്? നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഒക്കെ ആരുടേതാണ്? പാർലമെന്റിന്റെ കടമകളാണ്. ഇനിയാണ് നമ്മൾ പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല സഭയാണ്. നമുക്കറിയാം ലോകസഭയുമുണ്ട് രാജ്യസഭയുമുണ്ട്. പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് എന്ത്? ലോകസഭ. കഴിഞ്ഞ LGSന് ഈ ഒരു ബോക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ എത്രയാണ് ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടത്? 25 വയസ്സാണ്. കാലാവധി 5 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. ലോകസഭയുടെ അംഗബലം 550 ആണ്. പക്ഷെ നിലവിൽ എത്രയാണ്? 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. നമ്മുടെ 2023 ഇലക്ഷൻ ബേസ് ചെയ്തിട്ട് 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷനാണ് ആര്? സ്പീക്കർ. ലോകസഭാ അധ്യക്ഷനാണ് സ്പീക്കർ. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ധനബില്ലും അവിശ്വാസ പ്രമേയവും ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണ്. അപ്പൊ ലോകസഭ ഒരു അധോമണ്ഡലമാണ്. 25 വയസ്സ് പൂർത്തിയാവണം. 5 വർഷമാണ് കാലാവധി. 550 അംഗബലം. നിലവിൽ 543 ഉണ്ട്. ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്. നെക്സ്റ്റ് ആണ് രാജ്യസഭ. എന്താണ്? പാർലമെന്റിന്റെ ഉപരിസഭ. അധോസഭയാണ് എന്ത് നമ്മുടെ ലോകസഭയെങ്കിൽ ഉപരിസഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. ജനസംഖ്യ അനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക്, അപ്പൊ ഇവിടെ എത്രയാണ്? 30 വയസ്സാണ്. ഓക്കെ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. കാര്യം എന്താണ്? അവിടെ സഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ 6 വർഷവും, രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ രാജ്യസഭ എന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. പക്ഷെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. സോ ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? 1/3 ആളുകൾ വീതം അതിൽ നിന്ന് വിരമിക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പൊ നമ്മൾ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ ആണെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? 250 ആണ്. 250 ആണ് പരമാവധി അംഗബലം. അതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കാര്യം രാജ്യസഭയുടെ ചെയർമാനാണ് ആര്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? അതും രാജ്യസഭയ്ക്കാണ്. ഓക്കെ ആണല്ലോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലേ ചോദിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് നിയമനിർമ്മാണം. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും എന്താണ്? പിന്നീട് രൂപപ്പെടുന്നതുമായ നിരവധി
നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണങ്ങൾ, നിയമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണഘടനാ പ്രക്രിയ സുഗമമാക്കുന്നതിനും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിനും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് അതിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. ബില്ലുകൾ വിവിധ തരമുണ്ട്. എന്താണ്? മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഗവൺമെന്റ് ബില്ല്. ഗവൺമെന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മന്ത്രിമാരായിരിക്കും അവതരിപ്പിക്കേണ്ടത്. രണ്ടാമത്തതാണ് എന്ത്? കണ്ടോ? സ്വകാര്യ ബില്ല്. സ്വകാര്യ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെ പറയുന്ന പേരാണ് സ്വകാര്യ ബില്ല്. അപ്പൊ ഒന്ന് ധനബില്ല്, ഒന്ന് ഗവൺമെന്റ് ബില്ല്, രണ്ടാമത്തെ ഏതാണ്? ധനകാര്യ ബില്ല്, സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധനബില്ല് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മൂന്നാമത്തത്? ധനബില്ല്. അപ്പൊ ധനബില്ലുകൾ എവിടെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്? ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ധനേതര ബില്ലുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഒരു ബില്ല് നിയമമാകുന്നത് എങ്ങനെയാണ്? അതിൽ 3 വായനകൾ വരും. അതിലെന്താണ്? ഒന്നാം വായന എന്ന് പറയുന്നത് ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിലും ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കാനായിട്ട് പറ്റും. ഒന്നാം വായന. അതായത് ധനബില്ലാണെങ്കിൽ ലോകസഭയിൽ വേണം ആദ്യം അവതരിപ്പിക്കാൻ. ധനബില്ല് അല്ലാത്താണെങ്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ആദ്യം പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഘട്ടത്തിലാണ് ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. ഈ ഘട്ടത്തെയാണ് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത്. കമ്മിറ്റി ഘട്ടം. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. ബില്ല് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. അതാണ് മൂന്നാമത്തെ വായന എന്ന് പറയുന്നത്. ബില്ല് അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരുസഭകളും അംഗീകരിക്കപ്പെടുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് എന്തായിട്ട് മാറും? ഒരു നിയമമായിട്ട് മാറും. അടുത്തതാണ് ഭരണഘടനാ ഭേദഗതി. 61 ഭേദഗതി എന്താണ്? നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ്? 18 വയസ്സ് പൂർത്തിയായാൽ ഇനി വോട്ട് ചെയ്യാം. അതായത് വോട്ടിംഗ് പ്രായം 18ലേക്ക് എത്തിച്ചതാണ് 61 ഭേദഗതിയാണ്. 86 ഭേദഗതി എന്താണ്? രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. എന്തിനാണ്? വിദ്യാഭ്യാസം നമുക്ക് മൗലിക അവകാശമാണ്. 86 ഭേദഗതി 2002 86 ഭേദഗതി പ്രകാരം എന്താണ്? ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവന്റെ മൗലിക അവകാശമായിട്ട് മാറി. 101 ഭേദഗതി എന്താണ്? GST അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സാധന സേവന നികുതി. എന്താണ്? 101 ഭേദഗതിയാണ് ചരക്ക് സേവന നികുതി വരുന്നത്. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായ ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 368 ആർട്ടിക്കിൾ 368 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി എന്താണ്? ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ അത് ഇരുസഭകളും എന്താണ്? അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല. കണ്ടോ? എന്താണ്? ഒരു ഭരണഘടനാ ഭേദഗതി വരുമ്പോഴേക്കും ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ തർക്കം വന്നു. പക്ഷെ എന്താണ്? നമുക്കറിയാം ചില ബില്ലുകളൊക്കെ പാസ്സാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ സംയുക്ത സമ്മേളനമൊക്കെ വിളിച്ചു ചേർത്ത് നടത്തും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിൽ അതെന്ത് വരുന്നുണ്ട്? അതായത് ഇരുസഭകൾക്കും അതിൽ സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങളൊന്നും ആവശ്യമില്ലാന്ന്. ഏതെങ്കിലും ഒരു ഭരണഘടനാ നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ
ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. നമ്മൾ പറഞ്ഞു നീതിന്യായവും സ്വതന്ത്രവുമായ ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മുടേത്. അതായത് പാർലമെന്റും രാജ്യസഭയും ലോക്സഭയൊക്കെ കൂടിച്ചേർന്ന് എന്ത് ചെയ്തു, ഒരു ബില്ല് അങ്ങ് പാസ്സാക്കി. പക്ഷെ അവർക്ക് മനസ്സിലായി അത് ഒരു ഭരണഘടനയുടെ ഒരു സ്ട്രക്ചർ, ഭരണഘടനയുടെ ഒരു ബേസിക് ഐഡിയ ഉണ്ടല്ലോ, അതിനെ തന്നെ മാറ്റം വരുത്തുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു അർത്ഥം എന്താണ് ശരിയാവുന്നതല്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് ആ നിയമത്തെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അസാധുവാക്കാനായിട്ട് പറ്റും. ഇനിയാണ് നമുക്കറിയാം 3 ടൈപ്പിലാണ് ഭേദഗതികളുള്ളത്. അതിലൊന്നാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ്? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ചില വകുപ്പുകൾ പാർലമെന്റിനെ കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ ഭേദഗതി ചെയ്യാവുന്നതാണ്. അതായത് സംസ്ഥാനങ്ങളുടെ പേര്, അതിര്, പൗരത്വം ഇവയൊക്കെ എന്താണ്, അയവുള്ള ഭേദഗതിയായിരിക്കും. ഇനി ദൃഢമായ ഭേദഗതിയുണ്ട്. അതെന്താണ്? ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഓക്കെ, അതാണ് എന്താ, മൗലിക അവകാശങ്ങള്, മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ ദൃഢമായ ഭേദഗതിയാണ്. നെക്സ്റ്റ് ആണ് അതിദൃഢമായ ഭേദഗതി. എന്താണ്? ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ എന്താ പറയുന്നത്? അതിദൃഢം എന്ന് പറയുമ്പോൾ എന്താണ്? ചില കാര്യങ്ങൾ എന്താണ്, പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം, അതോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം എങ്കിൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ, ഭേദഗതി നിയമം പാസ്സാകുകയുള്ളൂ. അതാണ് അതിദൃഢമായ ഭേദഗതി. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം ഒക്കെ എന്താണ്, അതിദൃഢമായ ഭേദഗതികളാണ്. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം എന്താണ്? അയവുള്ള ഭേദഗതിയാണ്. അയവുള്ള ഭേദഗതി കണ്ടോ, 86-ാം ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? നമ്മുടെ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ അതെന്തായിരിക്കും? അത് ദൃഢമായ ഭേദഗതിയായിരിക്കും, ദൃഢമായത്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തി. കണ്ടോ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അതാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? അതിദൃഢമായ ഭേദഗതിയാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതികൾ വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായി പരിണമിക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? കാര്യനിർവഹണ വിഭാഗം. അതായത് നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കാൻ നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, അതേപോലെ ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പൊ ആരൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തിലുള്ളത്? രാഷ്ട്രപതി ഉണ്ട്, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എല്ലാവരും ഉണ്ടല്ലേ. ഇനി എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയിലൂടെയാണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രപതി എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രപതിക്ക് എന്തുണ്ട് അവിടെ? രാഷ്ട്രപതിക്ക് ആണ് അധികാരങ്ങളെല്ലാം. നമ്മുടെ ഭരണഘടന പ്രകാരം ആർക്കാണ് അധികാരം? മുഴുവനും രാഷ്ട്രപതിക്കാണ്. പക്ഷെ അതെല്ലാം നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ മന്ത്രിസഭയിലൂടെയാണ്. ഇനി കാര്യനിർവഹണ വിഭാഗത്തെ നമുക്ക് എന്താണ്, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും രണ്ടായിട്ട് തിരിക്കാം. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആരൊക്കെയാണ്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നുണ്ട്. ഇനി അതിൽ തന്നെയാണ് നാമമാത്രമായ എക്സിക്യൂട്ടീവാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, കാര്യനിർവഹണ വിഭാഗത്തിലെ നാമമാത്രമായ എക്സിക്യൂട്ടീവ് ആരെന്നും പറഞ്ഞ് ചോദിച്ചിട്ട് ചിലപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ നമ്മൾ വിചാരിക്കും അവരാണെന്ന്. പക്ഷെ നാമമാത്രമായ, പേരിന് മാത്രമാണ് അദ്ദേഹം. എന്താണ്? അത് രാഷ്ട്രപതിയാണ്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. സ്ഥിരം എക്സിക്യൂട്ടീവ് ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അപ്പൊ നമ്മളെല്ലാവരും സർവീസിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറി? സ്ഥിരം എക്സിക്യൂട്ടീവായിട്ട് നമ്മൾ മാറുന്നതാണ്. ഓക്കെ, ഇനിയാണ് പറയുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുമുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി എന്ത് ചെയ്യാനായിട്ട് പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട്.
ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ കാര്യനിർവഹണത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയാകുന്ന, അപ്പൊ എത്രയാണ് 35 വയസ്സ്? നമ്മൾ പറഞ്ഞു ലോകസഭയിലേക്കാണെങ്കിൽ 25 പറഞ്ഞു, രാജ്യസഭയിലേക്കാണെങ്കിൽ 30 പറഞ്ഞു, രാഷ്ട്രപതിയാകാൻ 35 വയസ്സാണ് വേണ്ടത് അല്ലെ. ഇനി എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. എന്തൊക്കെയാണ് ധർമ്മങ്ങൾ എന്നാണ് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി വർത്തിക്കുക. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. അപ്പൊ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടുന്നതേവ അല്ലാത്തവ. അത കാര്യം നമുക്ക് താഴേക്ക് വരുമ്പോഴേക്കും നമുക്ക് പ്രധാനമന്ത്രിയുടെ ചുമതലകളൊക്കെ വരും. അപ്പൊ മിക്സ് ആയി പോകരുത്. എന്താണ് രാഷ്ട്രപതിയുടെ ചുമതലകള്? ഒന്നാമത്തത്, പാർലമെന്റ് വിളിച്ചു ചേർക്കാം, ലോകസഭ പിരിച്ചുവിടാം അദ്ദേഹത്തിന്, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയൊക്കെ നിയമിക്കുന്ന അദ്ദേഹമാണ്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കാം, അതേപോലെ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ നിയമിക്കണം, അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കണം, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായിട്ട് പ്രഖ്യാപിക്കാം. ഇനി ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രപതി ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്? അത് ഉപരാഷ്ട്രപതിക്കാണ് അല്ലെ. രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്കാണ് കൊടുക്കേണ്ടത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ചുമതലകളൊക്കെ നടത്തേണ്ടത്. നെക്സ്റ്റ് പറയാണ്, പ്രധാനമന്ത്രി എന്താണ്? രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതിനും ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുമുള്ള അധികാരം ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് ആര്? പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? രാജിവെച്ച് ഒഴിയേണ്ടതായിട്ടുണ്ട്. ഇനിയാണ് പറയുന്നത് മന്ത്രിസഭയുടെ ചുമതലകൾ ഇമ്പോർട്ടന്റ് ആണ്. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. അടുത്തതാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ എന്താണ്? പെർമനന്റ് എക്സിക്യൂട്ടീവ്. എന്താണ്? ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്ന ആരാണ്? ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളതും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകയാലാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് നീതിന്യായ വിഭാഗം. എന്താണ് അല്ലെ? മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? നീതിന്യായ വിഭാഗമാണ് ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന നീതിന്യായ വിഭാഗമാണ്. കണ്ടോ, ഇതാ ഒരു ഓർഡർ ആണ് പറയുന്നത്. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലേക്ക് വരുന്നതോറും എന്താണ്? എണ്ണം കുറഞ്ഞു വരും. എന്ത് സംഭവിക്കും? അവിടെ കണ്ട, മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നുണ്ട്. താഴേക്ക് വരുന്തോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. അതായത് നമുക്കറിയാം, ഒരു ജില്ലയിൽ തന്നെ കീഴ്ക്കോടതികൾ കുറെ ഉണ്ടാകും. ജില്ലാ കോടതി എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിലേക്ക് ഒന്നേ ഉള്ളൂ, സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് ഒന്നേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഈ മുകളിലേക്ക് പോകുന്തോറും എണ്ണം കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ എന്താണ്? അധികാരം അവിടെ കൂടിയാണ് വരുന്നത്. അടുത്തതാണ് സുപ്രീം കോടതി പറയുന്നത്. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 28. 1950 ജനുവരി 26 ഇന്ത്യക്ക് റിപ്പബ്ലിക് ആകുകയും 2 ദിവസത്തിന് ശേഷം 50 ജനുവരി 28 ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി നിലവിൽ വരുന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 65 വയസ്സ്.
ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിലാണ് നിക്ഷിപ്തം. ഇമ്പോർട്ടന്റ് ആണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട്. അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നുണ്ട്. നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഉത്ഭവാധികാരം എന്താണ്? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരത്തിൽ പെടുന്നത്. അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ എവിടെയാണ്? ഉത്ഭവാധികാരത്തിലാണ് വരുന്നത്. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം എന്താണ്? സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. നെക്സ്റ്റ് ആണ് ഉപദേശക അധികാരം പറയുന്നത്. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. നെക്സ്റ്റ്, റിട്ട് അധികാരം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 32-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. പുനരവലോകന അധികാരം എന്താണ്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. അതാണ് നീതിന്യായ പുനരവലോകന അധികാരം. എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് നോക്കാം. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ: ഉത്ഭവാധികാരം, അപ്പീൽ പരിഗണിക്കാൻ, ഉപദേശക അധികാരം. ആരെ ഉപദേശിക്കാൻ? രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ പറ്റിയും എന്ത് ചെയ്യണം? നിയമ ഉപദേശം നൽകണം. റിട്ട് അധികാരം, പുനരവലോകന അധികാരം. എന്താണ് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ? പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുകയും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരം. അതാണ് നീതിന്യായ പുനരവലോകനം. അതായത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു നിയമം എടുത്ത് എല്ലാവരും കൂടി അങ്ങ് അവരെല്ലാവരും കൂടി അങ്ങ് പാസ്സാക്കി. പക്ഷെ പാസ്സാക്കി കഴിഞ്ഞപ്പോഴേക്കും അതെന്ത് ചെയ്തു? സുപ്രീം കോടതിക്ക് അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ എന്താണ് അതിൽ പറയുന്ന ആശയങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളോ എന്തെങ്കിലുമൊക്കെ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിന് വിരുദ്ധമായിട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട്, അത് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് പറ്റും. അതാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും ഉണ്ട്. അതായത് ഇവരെല്ലാവരെയും അങ്ങോട്ട് നമ്മൾ പറഞ്ഞു നീതിന്യായം ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, അതേപോലെ കാര്യനിർവഹണം, നിയമം, കാര്യനിർവഹണം, നീതിന്യായം, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം എന്താണ്? കണക്റ്റഡ് ആണ്. കണ്ടോ? നോക്കാം നമുക്ക്. ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളുടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലെയുള്ളവയിൽ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? പാർലമെന്റിന് പറ്റുന്നുണ്ട്. ബജറ്റ് പരിഗണിക്കലും എക്സിക്യൂട്ടീവ് നമ്മളെ ഭരിക്കുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പാർലമെന്റിന് കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ ജുഡീഷ്യറിയെ ഇംപീച്ച് ചെയ്യാനായിട്ട്, അതായത് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. അപ്പൊ ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലെയുള്ള കാര്യങ്ങളിൽ എന്താണ്? ജുഡീഷ്യറിയെയും ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? പാർലമെന്റിന് നിയന്ത്രിക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കാം. നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാനും പറ്റും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നോക്കിക്കേ. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായിട്ട് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, എന്താണ് ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത്, ദയാഹർജി പരിഗണിക്കലും ഒക്കെ ആയിട്ട് എക്സിക്യൂട്ടീവ് നമുക്കറിയാം എന്താണ് നമ്മുടെ രാഷ്ട്രപതിയൊക്കെ വരുന്നതാണ്. അപ്പൊ ദയാഹർജിയൊക്കെ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് പോകുന്നത്. അങ്ങനെ അതായത് ഇപ്പൊ കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ എന്താണ് പാർലമെന്റ് നമുക്ക് എന്ത് ചെയ്യണം? ദയാഹർജിയൊക്കെ കൊടുത്തിട്ട് അത് മാറ്റാനായിട്ട് രാഷ്ട്രപതിക്ക് അതിന് അധികാരമുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ എക്സിക്യൂട്ടീവിന് ആരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് പറയുന്നത്. ഇവ എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നല്ലൊരു ചാപ്റ്ററാണ്, നല്ല കണ്ടന്റ്. അതായത് നിങ്ങൾക്ക് മാക്സിമം എന്ത് ചോദിക്കാനായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ
പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിലെ നമ്മുടെ എന്താണ് 4ാമത്തെ ചാപ്റ്ററാണ്, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ 7ാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് 9ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ കാണാനായിട്ട്. കാര്യം രണ്ടും കണക്റ്റഡ് ആണ്. 7 കഴിഞ്ഞ് നമ്മൾ 9 കാണുന്നതായിരിക്കും നമുക്ക് ഇത്രയും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക്